തിരുവനന്തപുരത്തേക്ക് പോകാം. സാന്ത്വന സാജു ആണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. സാന്ത്വന, തിരുവനന്തപുരത്ത് രാവിലെ എന്താണ് അവസ്ഥ? പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട്. രാവിലെ തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലൊക്കെ മഴയുണ്ടോ? ഈ മഴയുമായി ബന്ധപ്പെട്ട ദുരിതാശ്വാസ ക്യാമ്പുകൾ, മഴക്കെടുതികളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എവിടെ നിന്നെങ്കിലുമൊക്കെ? ജിൽസി, തിരുവനന്തപുരത്ത് നിന്ന് ഇന്നലെയൊക്കെ നമ്മൾ കണ്ടതാണ് വളരെ വലിയ മഴക്കെടുതികളായിരുന്നു ഇന്നലെ തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ ശരൺ പറഞ്ഞതുപോലെ തന്നെ കൊച്ചിയിലും എറണാകുളത്തുമൊക്കെ, തിരുവനന്തപുരത്തും എറണാകുളത്തും മാത്രമല്ല സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ വളരെ വലിയ മഴക്കെടുതികളാണ് ഇന്നലെ ഒറ്റ ദിവസം റിപ്പോർട്ട് ചെയ്തത്. നമ്മൾ അതൊക്കെ തന്നെയും ഇന്നലെ കണ്ടതാണ്. ശരിക്കും ഈ കാലവർഷം എത്തുന്നതിന് മുമ്പാണ് ഇത്രയും വലിയ കെടുതികളൊക്കെ തന്നെയും സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തത് എന്നുള്ളത് ശരിക്കും നമ്മളെ ഭയപ്പെടുത്തുന്ന കാര്യമാണ്. കാരണം വരും ദിവസങ്ങൾ മഴ വരാനിരിക്കുന്നതേ ഉള്ളൂ, കാലവർഷം വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ പെയ്ത മഴയൊന്നും ആകില്ല ശരിക്കും കാലവർഷത്തിൽ പെയ്തത്. കഴിഞ്ഞ ദിവസം ഈ കാലാവസ്ഥാ വകുപ്പിന്റെ ഒരു റിപ്പോർട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ട് പ്രകാരം കാലവർഷം ഇത്തവണ കടുക്കുമെന്ന് തന്നെയാണ് ആ റിപ്പോർട്ടിലും ഉണ്ടായിരുന്നത്. കൂടുതൽ മഴ ഇത്തവണ കാലവർഷത്തിൽ തെക്കൻ ഇന്ത്യയിൽ ലഭിക്കാനുള്ള ഒരു സാധ്യതയും കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സാധാരണ കാലവർഷത്തിൽ നമുക്ക് ലഭിക്കുന്നതിനേക്കാൾ മഴ കൂടുതൽ ലഭിക്കാനാണ് ഇത്തവണ സാധ്യതയുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ വേനൽ മഴയിൽ പോലും ഇത്തരം ശക്തമായ ഒരു കെടുതി സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഇനി ഇന്നത്തെ റിപ്പോർട്ടുകൾ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇന്നത്തെ മഴയുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ നോക്കുകയാണെങ്കിൽ 4 ജില്ലയിൽ ഇന്ന് ഓറഞ്ച് മുന്നറിയിപ്പ്, തീവ്ര മഴയ്ക്കുള്ള സാധ്യത മുൻനിർത്തി ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പത്തനംതിട്ടയിലും ആലപ്പുഴയിലും എറണാകുളത്തും കോട്ടയത്തുമാണ് ഇന്ന് ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരത്തും കൊല്ലത്തും ഇടുക്കിയിലും യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. അങ്ങനെ സംസ്ഥാനത്തുടനീളം ഇന്ന് മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലും മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ് നിലവിൽ പ്രവചിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ജിൽസി ചോദിച്ചതുപോലെ തന്നെ തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ ഇന്നലെയൊക്കെ തന്നെയും ഇവിടെ വളരെ വലിയ കെടുതികളാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ രാവിലെ മഴ ഇവിടെ ഒന്ന് ശമിച്ചു നിൽക്കുകയാണ്. ഇന്നലെ രാത്രി ഒറ്റപ്പെട്ട മഴയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒരു ശക്തമായ മഴ ഉണ്ടായിരുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇന്നലെ അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ തുറന്നതുപോലെ തിരുവനന്തപുരത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങൾ, ജഗതി അടക്കമുള്ള പ്രദേശങ്ങളിലൊക്കെ വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. അങ്ങനെ അത് മാത്രവുമല്ല, ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ തന്നെ മരമൊടിഞ്ഞു വീണും മണ്ണിടിഞ്ഞും ഒക്കെ പല നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 5 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 31 പേരെയാണ് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഇന്നിപ്പോൾ മഴയൊന്ന് മാറി നിൽക്കുകയാണ്. എന്നിരുന്നാലും യെല്ലോ മുന്നറിയിപ്പാണ്. വരും മണിക്കൂറിൽ മഴ പെയ്യാനുള്ള ഒരു സാധ്യത തന്നെയാണ് ആ മുന്നറിയിപ്പുകളൊക്കെ തന്നെയും സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ജാഗ്രത പുലർത്തി തന്നെയാണ് മുൻപോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ തെക്കൻ കേരളത്തിന് മുകളിലായി ഒരു ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായിട്ടാണ് നിലവിൽ സംസ്ഥാനത്തുടനീളം മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഏതാണ്ട് ഒരു 3 ദിവസത്തിനകത്ത് കാലവർഷം കേരളത്തിൽ എത്താൻ സാധ്യതയുണ്ട് എന്നിപ്പോൾ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ മഴയുടെ ദിവസങ്ങളിലേക്ക് തന്നെയാണ് പോകുന്നത്. എല്ലാ മേഖലകളിലും ജാഗ്രത അത്യാവശ്യമായി വേണ്ട ദിവസങ്ങളിലേക്ക് തന്നെയാണ്. തീർച്ചയായും സാന്ത്വന, എല്ലാ മേഖലകളിലും അതീവ ജാഗ്രത വേണ്ട സമയം കൂടിയാണ്. ഒരു 3-4 ദിവസത്തിനുള്ളിൽ കാലവർഷം കൂടി എത്താനിരിക്കുകയാണ്. ഇപ്പോൾ പെയ്യുന്നത് ചക്രവാത ചുഴിയുടെ ഫലമായി ഉണ്ടായ മഴയാണ്. ആ മഴയിൽ തന്നെ വലിയ കെടുതികൾ അനുഭവിക്കാൻ പറ്റാതെ കഴിയുകയാണ്. നമ്മൾ ഇവിടെ റഹീം പറയുന്നുണ്ട്, സാന്ത്വന സാജു പേടിപ്പിക്കല്ലേ എന്ന്. കാരണം അതിശക്തമായ കാലവർഷമായിരിക്കും ഇത്തവണ എത്തുക എന്നൊക്കെ പറയുമ്പോൾ അത് പേടിപ്പിക്കുന്നത് മാത്രമല്ല, ഒരു തരത്തിലുള്ള ജാഗ്രത നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത്. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.